നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. പ്രതിഷേധമുയരുന്നു. കരുണ എസ്റ്റേറ്റിലെ വിവാദ ഉത്തരവിൽ നിലപാട് കടുപ്പിച്ച് VM സുധീരൻ. കരമടയ്ക്കാൻ അനുമതി നൽകിയ ഉത്തരവ് റദ്ദാക്കില്ലെന്ന തീരുമാനത്തോട് കടുത്ത വിയോജിപ്പ്. ഇത്തരം നടപടികൾ സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്തുന്നതിന് ഇടയാക്കുമെന്നും KPCC അധ്യക്ഷൻ. സർക്കാർ ഭൂമിയിൽ കരമടയ്ക്കാൻ അനുമതി നൽകിയത് നിബന്ധനകളോടെയെന്ന് റവന്യൂ മന്ത്രി. നിയമവശം പരിശോധിക്കാൻ AG ചുമതലപ്പെടുത്തി. ഉത്തരവിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിച്ച് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ നിലപാട് സ്വീകരിക്കുമെന്നും അടൂർ പ്രകാശ്. തിരഞ്ഞെടുപ്പിനൊരുങ്ങി കേരളം. ഉഭയകക്ഷി ചർച്ചകളിൽ വീർപ്പുമുട്ടി UDF. JDU-വിന് 7 സീറ്റുകൾ നൽകാൻ ധാരണ. സീറ്റ് വിഭജനത്തിൽ തീരുമാനം പിന്നീട്. അതേസമയം ഒഴിവുവന്ന സീറ്റുകൾക്ക് പുറമെ തിരുവമ്പാടിയിലും അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസ്. തിരുവമ്പാടി വിട്ടുകൊടുത്താൽ തളിപ്പറമ്പ്, ആലത്തൂർ, പേരാമ്പ്ര സീറ്റുകൾ പകരം നൽകാമെന്ന് മാണി ഗ്രൂപ്പ്. വിലപേശൽ ഉന്നതാധികാര സമിതി അംഗമായ PT ജോസിനെ മത്സരിപ്പിക്കാൻ. കുടിയേറ്റ കർഷകരുടെ മണ്ഡലത്തിൽ പാർട്ടിക്ക് അവകാശമുണ്ടെന്നും KM മാണി. അതേസമയം പിറവം, അങ്കമാലി സീറ്റുകളിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ജോണി നെല്ലൂർ. 4 സീറ്റുകൾ വേണമെന്ന കാര്യത്തിൽ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമില്ല. നീതി ലഭിക്കുന്നില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും പാർട്ടി ചെയർമാൻ. കളം പിടിക്കാൻ കരുനീക്കം. മുതിർന്ന നേതാക്കളെ മത്സരക്കളത്തിലിറക്കി തലസ്ഥാനം പിടിക്കാൻ BJP. പാർട്ടിയുടെ എക്കാലത്തെയും തുറുപ്പുചീട്ടായ O രാജഗോപാലിനെ നേമത്തും സംസ്ഥാന അധ്യക്ഷൻ കുമ്മനത്തെ വട്ടിയൂർക്കാവിലും മത്സരിപ്പിച്ച് BJP പയറ്റുന്നത് ഏറ്റവും കടുത്ത പോരാട്ടം. മുൻ അധ്യക്ഷന്മാരായ V മുരളീധരൻ കഴക്കൂട്ടം പിടിക്കാൻ ഒരുങ്ങുമ്പോൾ PK കൃഷ്ണദാസിന്റെ അംഗം കാട്ടാക്കടയിൽ. മഞ്ചേശ്വരത്ത് സീറ്റുറപ്പിച്ചതിന്റെ ആശ്വാസത്തിൽ K സുരേന്ദ്രനും പാലക്കാട്ട് എതിർപ്പുകളുടെ കൊടും ചൂടിൽ ശോഭാ സുരേന്ദ്രനും. പ്രധാന നേതാക്കളെയെല്ലാം നിരത്തിയുള്ള പരീക്ഷണ പുറപ്പാടിൽ BJP ഇന്നലെ പുറത്തിറക്കിയത് 22 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക. അംഗം മുറുകുന്ന ആറന്മുളയിൽ MT രമേശിനും ചെങ്ങന്നൂരിൽ PS ശ്രീധരൻപിള്ളയ്ക്കും പാർട്ടി ടിക്കറ്റ്. ജോർജിന് അയോഗ്യതയില്ല. PC ജോർജിനെ അയോഗ്യനാക്കിയ സ്പീക്കറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. ജോർജിന്റെ രാജിക്കത്തിൽ നിയമാനുസൃത നടപടി സ്വീകരിക്കണം. MLA സ്ഥാനം സ്വമേധയാ രാജിവച്ച തീരുമാനം സ്പീക്കർ പരിഗണിച്ചില്ലെന്നും കോടതി നിരീക്ഷണം. സ്പീക്കറുടെ നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ ജോർജിന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് ഹൈക്കോടതി. വിധിയുടെ പശ്ചാത്തലത്തിൽ സ്പീക്കർ N ശക്തൻ രാജിവെക്കണമെന്ന് PC ജോർജ്. ആവേശത്തിന് അരങ്ങൊരുക്ം. ലോകം കാത്തിരുന്ന ആവേശപ്പോരിന് നാളെ കാഹളം. 2020 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ നേരിടും. മത്സരം രാത്രി 7:30 നാഗ്പൂരിൽ. സ്റ്റാർ സ്പോർട്സിൽ തത്സമയ സംരക്ഷണം. കിരീടപ്പോരിൽ 2 ഗ്രൂപ്പുകളിലായി 10 ടീമുകൾ. ശ്രീലങ്ക, ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, ഇംഗ്ലണ്ട്, അഫ്ഗാനിസ്ഥാൻ എന്നിവർ ഗ്രൂപ്പ് 1-ൽ. മറുപക്ഷത്ത് ഇന്ത്യയ്ക്കൊപ്പം പാകിസ്ഥാൻ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ബംഗ്ലാദേശ് എന്നീ ടീമുകൾ. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2660 രൂപ. പവൻ 21,280 രൂപ. വെള്ളി ഗ്രാമിന് 41 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.